ഗൈസ് ഗ്രാനി 3 തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്ത ആ വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ട് എടുത്തായിരുന്നു. ആ സെക്കൻഡ് പാർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതലാണ് റിയൽ ആയിട്ട് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഗൈസ് അപ്പോൾ നമ്മുടെ കളി ലോഡിങ് ആയിരിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം നൈറ്റ് മെയർ ആയിരുന്നു ഗൈസ്, ഈ പ്രാവശ്യം നൈറ്റ് മെയർ അല്ല. ഗൈസ് അപ്പോൾ ഡേ 1 ആയിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റ് മെയർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ കളിച്ചത്. നൈറ്റ് മെയറിനകത്തൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. ഇതാവുമ്പോൾ ഇച്ചിരിയെങ്കിലും മനസ്സിലാവും. ഗൈസ് അപ്പം നമ്മൾ ഈ പൂട്ടി തുറന്നുകൊണ്ടിരിക്കുവാണ്. അല്ലാതെ വീട്ടിൽ നിന്ന് ദിവസം കളിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോയപ്പോഴേക്കും ഗ്രാൻഡ് വന്നു. ഇപ്പം ഗ്രാനി വരും, പെട്ടെന്ന് കയറണം. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കാൻ കൂടി വേണം. വെപ്പൻ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വെപ്പൻ കീ നമ്മൾ പെട്ടെന്ന് കയറട്ടെ. ഗൈസ് നമുക്ക് ആ സൈഡിൽ ഇത് കേൾക്കാം. പേടിയാണ്. ഗ്രാനി ഇങ്ങോട്ട് സൗണ്ട് കണ്ടുപിടിച്ചിട്ട് കേൾക്കാം. പക്ഷെ ഗ്രാനിക്ക് സൗണ്ട് കേൾക്കത്തില്ല. ഗ്രാനി വരുന്നില്ല. നമ്മൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടാൽ ഗ്രാനി വരുന്നത്. ഈ സൈഡിലോട്ട് വരുമ്പം നമ്മൾ അപ്പുറത്തൂടെ എസ്കേപ്പ് പോയി നമുക്ക് ഓക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴെങ്ങനെ ഗ്രാൻഡ് വന്നാൽ പിന്നെ പെട്ടിട്ടുണ്ട്. കൂടെ കിട്ടുന്നുണ്ടോ ഗൈസ്? എന്താ ഗ്രാനി തൊട്ട് നിറഞ്ഞ് സപ്പറി അറിയാമായിരുന്നു. ഗ്രാനിയെ തൊട്ട് നിറഞ്ഞ ഗ്രാൻഡയ്ക്ക് കളി കയറി വരും. ഗ്രാൻഡ് നമ്മുടെ തല നോക്കിയാണ് ഹെഡ് ഷോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്നേക്കുമായി വിട്ടു പോയിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പം നമ്മൾ എന്തിനാ ഇതിനകത്ത് കയറിയേ? ഇത് മുതലക്കുളമൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണോ ഗ്രാൻഡ് ഒത്തിരി എപ്പോഴും മുതലക്കത്തിലോട്ട് ചടി പോയിട്ട് ചാവൂ. നമ്മൾ എന്തായാലും ചാവും. നമുക്കൊരു സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രാൻഡ് ആണെങ്കിൽ ഫുള്ളും ഇവിടാണ്. ചാടി നോക്കണം. നിങ്ങൾ ചാടാൻ ഇതിനകത്ത് കമന്റ് ഇട്ടാൽ ഞങ്ങൾ അടുത്ത വീഡിയോ ചാടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാടണമെങ്കിൽ ചാടാൻ കമന്റ് ഇടണം.
സൗണ്ട് വെക്കുന്നു. അപ്പൂപ്പനാന്ന് തോന്നുന്നു. അപ്പൂപ്പനാ. നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്. എന്താണ്? സേഫ് കീ. അപ്പൂപ്പൻ്റെ തോക്കിൻ്റെ ഉണ്ട്. കൈ കരുതൻ്റെയാണ്. അപ്പൂപ്പൻ എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് തീപ്പെട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കൺഫ്യൂസ് ആവാം. ഒത്തിരി ഒന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് അപ്പൂപ്പനെ കാണും. ഇറങ്ങാൻ ഏടി അപ്പൻ ഇവിടെ ചുറ്റി പറ്റുന്നു. അപ്പൻ ഇറങ്ങിയോ? ഇല്ലില്ല, ഇറങ്ങിയില്ല. അപ്പൂപ്പനും അമ്മയെ കൊണ്ട് പ്രത്യേക റൂമുണ്ട്. നമുക്ക് ഇവിടെ ഫുള്ളും തോക്കുന്നുണ്ടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് വെച്ച സാധനം കിട്ടി. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതൊന്ന് പേടിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ വരുന്ന അമ്മമ്മ ഒരു ഹെഡ്ഷോട്ട് കൊടുക്കും. ഓക്കെ. അപ്പോൾ അമ്മമ്മേൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി അപ്പൂപ്പൻ. അപ്പൂപ്പ രണ്ടുപേരെയും കൂടി കൊന്നാൽ പിന്നെ ഈസി ആയിരിക്കും. അപ്പൂപ്പന് അങ്ങനെ സൗണ്ട് അപ്പൂപ്പന് കേൾവിക്കുറവുണ്ട്. അതുകൊണ്ട് അപ്പൂപ്പന് വരാൻ പാടാണ്. ഈ പെണ്ണുമ്പിലേക്കൊന്നും അത് വെച്ചിട്ട് അപ്പൂപ്പൻ ഗായ്സ്. അപ്പോൾ അപ്പൂപ്പൻ പടവായി. നമ്മളുടെ തോക്ക് ഇവിടെ അപ്പൂപ്പൻ്റെ തോക്ക് ഇവിടെ. അപ്പം ആ തോക്ക് കൊണ്ട് പോയാൽ പോരായിരുന്നു. അപ്പ തോക്ക് അതിനകത്ത് കയറി ചവിട്ടിയേക്കുന്നു. നമുക്ക് ഗ്രാനീൻ്റെ വടി പറ്റുവാണെങ്കിൽ എടുത്താൽ ഗ്രാനി എന്ത് ഗ്രാൻഡ് എന്ത് ഉണ്ടല്ലോ എവിടെയോ പോയി. അപ്പൂപ്പൻ്റെ തോക്ക് എവിടെ പോയിരുന്നാലും തോക്ക് എവിടെ പോയാണോ ഇത്തിരിയുടെ അസ്ഥികൂടിയൊക്കെ കിടക്കുന്നു. എല്ലാവരെയും കൊന്നു കുറിച്ചുമ്പോഴൊന്നും എവിടെ പണിയാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അടുത്ത കളി മുതലക്കുളത്തിലോട്ട് ചാടുന്നതായിരിക്കും. നമുക്കൊരു സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തോക്കാണോ ഗൈസ്? ഓക്കെ ഗൈസ്, അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ തേർഡ് പാർട്ട് വരെയാണ് ഫൈനൽ. നമ്മൾ ഡേ 1 2 ആണിത്. അപ്പോൾ നമുക്ക് നമുക്കിനി സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ വരെ ഉള്ളായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ